അല്പം പ്രാർത്ഥനയോടെ ആയിരിക്കാം. ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണത്തിലാണ്. ശാരീരികമായിട്ട് മാത്രമല്ല, മനസ്സിനെ അലട്ടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാഗൽഭ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് വീഴുന്നു. പ്രാഗൽഭ്യക്കുറവ് അത് ദൈവം നികത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. മത്തായി 3:12. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നല്ലവനെ, സ്വർഗീയ അപ്പ, തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ നല്ല ദിവസത്തിനായിട്ട് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കാനായിട്ട് അതിൽ നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങളിൽ കുറവുകളുണ്ട്, അത് ഞങ്ങളെ നികത്തണമേ കർത്താവേ. ഞങ്ങൾ ജീവിക്കേണ്ട രീതികൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം അങ്ങയുടെ വചനമാണ്. അത് ആ രീതിയിൽ തന്നെ സ്വീകരിക്കുവാനും ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവമേ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതുപോലെ തന്നെ അടിയനെയും കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ആവശ്യമായിട്ട് കൃപയാൽ നിറച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പ്രാർത്ഥന എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിച്ചുകൊള്ളുന്നു. കേട്ടിരിക്കാൻ സ്തോത്രം. വായിച്ച വാക്യം ഒന്നും കൂടി ഒന്ന് വായിക്കാം. അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് കറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. അതിന്റെ തൊട്ടു മുന്നത്തെ വാക്യത്തിന്റെ ഏറ്റവും അവസാനം ഒന്ന് വായിച്ചാൽ. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അത് POC നിന്ന് വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യത്തിലല്ല, 11-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ അത് 12-ാമത്തെ വാക്യം തൊട്ട് തന്നെ കാണാനും സാധിക്കും. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കിങ് ജെയിംസ് വേർഷനിൽ വീശുമുറം എന്നുള്ളതിന് ഫാൻ എന്നാണ്, പങ്ക എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ള ചില വേർഷനിൽ വിനോയിങ് ഫോർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കളത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. കളം വെടിപ്പാക്കുന്നു എന്ന് പറയുന്നത് അത് മെതിക്കളമാണ്. ഈ യന്ത്രങ്ങൾ കൊണ്ട് കൊയ്ത്ത് നടക്കുന്നതിന് മുന്നേ നമ്മുടെ നാട്ടില് കൊയ്ത്ത് നടത്തുമ്പോൾ അരിവാള് കൊണ്ട് കൊയ്ത് കൊണ്ടുവരും അല്ലെ. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് അത് മെതിക്കും, പിന്നെ അത് പാറ്റും. ഇത് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? അത്യാവശ്യം കുറച്ച് പേർക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് ഈ മെഷീനിൽ കൊയ്ത് പുറത്തേക്ക് ഒരു സൈഡില് നെല്ലും വരുന്നു, മറ്റേ സൈഡില് വൈക്കോലും അത് പാടത്തോട്ടങ്ങ് തള്ളിവിടുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ കറ്റയിൽ നിന്നും ഈ അരിയാണെങ്കിൽ അരി, അല്ലെങ്കിൽ ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, അത് വേർപെടുത്തുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ കാണുന്നില്ല, കാരണം അത് മെഷീൻ്റെ ഉള്ളിലാണ്. പണ്ട് അതെന്ന് വെച്ചാൽ ഈ കൊയ്തു കൊണ്ടുവരുന്ന കറ്റ അത് നിലത്തിട്ടിട്ട് കാലുകൊണ്ടാണ് അവനൊന്ന് ചവിട്ടം മാത്രമല്ല, കാലുകൊണ്ട് തന്നെ തിരിച്ചും മടക്കും തിരിക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവസാനം ആ കറ്റ കൊണ്ട് ഒരു തല്ലുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ആ മണികളെല്ലാം താഴെ വീഴും. പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞില്ല.
ഇതിന്റെ ഇടയിൽ അപ്പോഴും കുറെ ബാക്കിയുണ്ടാവും, പതിര് ബാക്കിയുണ്ടാവും. അപ്പോ പഴയ കാലത്താണെങ്കിൽ ഒരു കൊട്ടയുണ്ട്, ഒരു ത്രികോണ ആകൃതിയിലൊരു ഒരു കൊട്ട. അതിനകത്ത് ഈ നെല്ല് നിറച്ചിട്ട് മുകളിലേക്ക് പൊക്കിയിട്ട് അവനെ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴേക്ക് വിടും. അപ്പൊ വേറൊരാള് ഒരു മുറം കൊണ്ട് വീശും. അതാണ് ഈ വീശുമുറം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ആ ഒരു ഭാഗം നമുക്ക് കാണാം. പക്ഷെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തുള്ള വീട്ടിലത്തെ ഇലക്ട്രിക് കണക്ഷൻ വെച്ചിട്ട് ഒരു ബോക്സും എക്സ്റ്റൻഷൻ കണക്ഷൻ വെച്ചിട്ട് അൽമൊണാഡിന്റെ വലിയ ഫാൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. ഈ നെല്ല് ഇടുന്നതൊക്കെ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ അത് ആ ടൈപ്പ് കൊട്ട ആയിരിക്കണം എന്നില്ല അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ പ്രക്രിയ ഉണ്ട്, അവർ ഫാനിന്റെ മുന്നിലേക്കാണ് ഇത് ചെയ്ത് മാറ്റുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഫാൻ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ചില സ്ഥലത്ത് വിനോയിങ് ഫോർക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ മലയാളത്തിൽ നമ്മൾ കണ്ടത് മെതിക്കുക, പാറ്റുക അല്ലെ, രണ്ട് വാക്ക് കണ്ടു. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നവർക്ക് അത് ത്രഷിങ് എന്ന് പറയും മെതിക്കുന്നതിന്, പാറ്റുന്നതിന് വിനോയിങ് എന്ന് പറയും. അപ്പോഴാണ് ഈ വിനോയിങ് ഫോർക്ക്. അപ്പൊ ഈ ഫോർക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന മെത്തഡ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊരു പുൽമാന്തി ഉണ്ടല്ലോ, ആ പുല്ലുമാന്തി പോലെ ഇങ്ങനെ പല്ല് പോലെയുള്ള ഒരു ഉപകരണമുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഷവല് പോലെയാണ്. നമ്മൾ കൈക്കോട്ടല്ല, ഷവലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കോരി അത് മേളിലേക്ക് അങ്ങ് എറിയണം. അത് എറിയുമ്പോ ഇതേപോലെ തന്നെ എന്തെങ്കിലും കാറ്റിന്റെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും, അത് പതിരെല്ലാം പാറ്റി. ഇതാണ് ഈ ഇപ്പൊ നമ്മൾ വായിച്ച വചനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ആരുടെ കയ്യിൽ? ആരുടെ? ഓക്കെ, ശരിയാണ്. പക്ഷെ കുറച്ചും കൂടി വ്യക്തമായിട്ട് യേശു ക്രിസ്തു. അതെങ്ങനെയാ നമ്മൾ അറിയുന്നത്? അതിന്റെ തൊട്ടു മുന്നത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ അറിയാം അല്ലെ. എന്റെ പിന്നാലെ വരുന്നവൻ അവന്റെ ചെരുപ്പിന്റെ വാറ് വായിക്കാൻ ഞാൻ യോഗ്യനല്ല. ആ ഒരു വചനം ഞാൻ മുന്നേ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ് വരുന്ന വചനാണത്. അപ്പൊ ആരെ കുറിച്ച് പറയുന്നത്? യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ അന്ത്യനാളുകളിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ കൃഷിയും കൊയ്ത്തും എന്നൊക്കെ പറയണത് അതൊരു സീസണൽ ആക്ടിവിറ്റിയാണ് അല്ലെ. അതെല്ലാ വർഷവും ഇങ്ങനെ മുറക്കി നടക്കും. ഞങ്ങളുടെ വീടിന്റെ ബാക്കില് കൃഷി നടക്കുന്നുണ്ട്. അത് ഒരു കൊല്ലത്തിൽ ഒരിക്കേ ഉള്ളൂ. കഴിഞ്ഞ മാസമാണ് ഞാറ് നട്ടത്. മിക്കവാറും മാർച്ച് ഏപ്രിലായിട്ട് അവിടെ കൊയ്യും. അത്രേ നടക്കുള്ളൂ. പക്ഷെ ചില സ്ഥലത്ത് രണ്ട് പൂ കൃഷി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ അന്ത്യകാലത്തേക്ക് മാത്രമുള്ള വചനമായിട്ട് കണക്കാക്കാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഉള്ള ആക്കാൻ പറ്റുന്ന ഒരു വചനമായിട്ടും കൂടി അത് സ്വീകരിക്കാം. അതാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ ഭാഗം. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മള് ഈ മെതിക്കലും പാറ്റലിലും നമ്മൾ പറഞ്ഞു നടക്കുന്ന സ്ഥലം, ഇത് ബൈബിളില് കാണുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ വേറെയും പല സ്ഥലങ്ങളിൽ ഇത് സാധാരണ ചെയ്യുന്ന ഒരു ഏരിയ അതിനു വേണ്ടി തിരിച്ചുണ്ടാവും. നമ്മുടെ നാട്ടിലിപ്പോ കൊയ്ത്ത് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ടാർപോള അങ്ങ് വിരിച്ച് ആ ടാർപോളയിലേക്ക് അത് ആദ്യം പറഞ്ഞല്ലോ, ഒരു ഹാർവെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഒരു ചെറിയ ടെമ്പോയിലേക്ക് മാറ്റും. ആ ടെമ്പോ വന്നിട്ട് ഈ ടാർപോളയിലേക്ക് അങ്ങ് തട്ടും. പിന്നെ അവിടെയാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്.
നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ഇങ്ങനെ കാര്യത്തിന് വേണ്ടിയിട്ട് ചാണകം മെഴുകിയ ഒരു തറ തന്നെ അവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് അത് വലിയ വീടുകളിലൊക്കെയാണ് അത് ഉണ്ടാവുക. അപ്പൊ ആ പ്രദേശത്തുള്ള എല്ലാവരുടെയും, ആ വീട്ടുകാരുടെ മാത്രമല്ല എല്ലാവരുടെയും ആ ഭാഗത്ത് നടത്തും. ചിലവരത് സാമൂഹികമായിട്ട് ചെയ്യും. ചാണകം മെഴുകിയ തറ പോയിട്ട് കോൺക്രീറ്റ് തറയായി. ഇപ്പൊ കോൺക്രീറ്റും ഇല്ല. പഴയ കാലത്ത് ഇതേപോലെ തന്നെ ചില സ്ഥലത്ത് ചില തറകൾ കെട്ടിയിട്ടില്ല. അത് ബൈബിളിൽ വായിക്കുമ്പോൾ അത് പൊക്കമുള്ള സ്ഥലത്താണ് അത് കൂടുതലായിട്ടും കാണുന്നത്. പൊക്കമുള്ള സ്ഥലത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കാറ്റുണ്ടാവും. ആ കാറ്റ് ഇതിനെ പതിരിനെ പാറ്റാനായിട്ട് സഹായിക്കും. മാത്രല്ല ആ പറയുന്ന സ്ഥലം കൊയ്ത്ത് കഴിഞ്ഞു വരുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ അത് വേറെ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അത് ഞാൻ എല്ലാം കൂടി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടായിട്ട് പോവും. അപ്പൊ നമുക്കൊരു വചനം എടുത്തിട്ട് ചില വചനങ്ങൾ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ആ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പോകാം. അപ്പൊ ഓരോ തവണ ഓരോ വചനം എടുക്കുമ്പോഴും അതിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 22-ാമത്തെ അധ്യായം എടുക്കാം. 1 രാജാക്കന്മാർ 22 അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മൂന്നാം വർഷം യൂദ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. അപ്പോ നമുക്കറിയാം, ഈ ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യം 2 രാജ്യമായിട്ട് വടക്ക് ഇസ്രായേലും തെക്ക് യൂദയായിട്ട് തിരിഞ്ഞ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. യഹോഷാഫാത്ത് രാജാവ്, യൂദ രാജാവ് ഇസ്രായേലിലേക്ക് പോയിട്ട്, ഇസ്രായേലിന്റെ തലസ്ഥാനം ഏതാ? യൂദയുടെ തലസ്ഥാനം യെരൂശലേം അല്ലെ? യൂദയുടെ യെരൂശലേം, ഇസ്രായേലിന്റെ തലസ്ഥാനമോ ശമരിയ. ഓക്കെ, ഈ ശമരിയയില് നടക്കുന്ന ഒരു കാര്യമാണ് 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. ഇസ്രായേൽ രാജാവും യൂദ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. മതി, അവരെവിടെ വന്നു എന്ന് അറിയാൻ വേണ്ടി ലൊക്കേഷനാണ് നമ്മൾ വായിച്ചത്. അപ്പൊ അവര് തലസ്ഥാനത്തിന്റെ കവാടത്തിന്റെ പുറത്ത് ഉള്ള ഒരു മെതിയിടത്തിലാണ് അവര് വന്നിരിക്കുന്നത്. അവര് വർക്കിംഗ് ക്ലോത്ത്സ് ഇട്ടുകൊണ്ടാണോ ഇരിക്കുന്നത്? കള്ളിമുണ്ടും ടീഷർട്ട് ഇട്ടാണോ ഇരിക്കുന്നത്? അല്ല, രാജകീയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അവിടെ രാജവസ്ത്രം, സിംഹാസനത്തിൽ കൂടിയാണ് ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മെതിക്കളം. ഓക്കെ, ഇനി ആ ഭാഗം നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തു. നമ്മൾ 2-ാമത്തെ വാക്യം വായിച്ചു, യൂദാ രാജാവ് ഇസ്രായേലിലേക്ക് പോയി എന്നുള്ളത്. തുടർന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. അല്ല, 2 കഴിഞ്ഞിട്ടുള്ളത്. ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്നോടൊപ്പം റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകളെ പോലെയും തയ്യാറാണ്. യഹോഷാഫാത്ത് തുടർന്നു, ആദ്യം കർത്താവിന്റെ ഇംഗിതം ആരായുക. അപ്പൊ അവര് രണ്ടുപേരും
ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് റാമോത്ത് ഗിലിയാദ് തിരിച്ചു പിടിക്കുക. അത് യുദ്ധം ചെയ്യണം, സിറിയയായിട്ട് യുദ്ധം ചെയ്യണം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. പക്ഷെ യുദ്ധത്തിന് പോണതിന് മുന്നേ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ഒന്ന് ആരായാം. നല്ല കാര്യമാണ്. വായിച്ചോ. ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400ഓളം പേരുണ്ടായിരുന്നു. 400 പ്രവാചകന്മാര് വന്നു ഇവർക്ക് വേണ്ടി പ്രവചിക്കാനായിട്ട്. വായിച്ചോളൂ. അവൻ അവരോട് ചോദിച്ചു, ഞാൻ റാമോത്ത് ഗിലെയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? അവർ പ്രതിവചിച്ചു, പോവുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ അവര് ഒരു ബൂസ്റ്റ് കൊടുക്കണ്. ചെയ്തോ കർത്താവ് നടത്തും. എത്ര പ്രവാചകന്മാര്? 400 പ്രവാചകർ. തുടർന്ന് വായിച്ചോ. കർത്താവിന്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ? ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു. ഇനി നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിക്കായ. മതി. നമ്മളെ ഈ ഭാഗം മൊത്തമായിട്ട് നമ്മൾ അറിയണം. നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് വായിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്. അതിന് മുന്നത്തെ വാക്യം ഒന്നിട്ട്, 7ാമത്തെ വാക്യം ഒന്നിട്ട്. കർത്താവിന്റെ ഇംഗിതം ആരായേണ്ട ഇവിടെ വേറെ പ്രവാചകനില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 400 പേര് വന്ന് പ്രവചിച്ചിട്ട് അവിടെ എന്തോ ഒരു കുറവ് തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ 400 പേര് പ്രവചിച്ചു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും ഓരോ മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നടക്കില്ല. മൈക്ക് കിട്ടി കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ലല്ലോ. എന്നാലും 400 പേര് വന്ന് അവരുടെ പ്രവചനം ഓരോ മിനിറ്റിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ 3 മണിക്കൂർ 40 മിനിറ്റ് അല്ലേ? 3 മണിക്കൂർ. അത്രയും പ്രവചനം കേട്ടു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോ എല്ലാരും പ്രവചിച്ചു എന്ന് ഞാൻ അങ്ങോട്ട് അസ്യൂം ചെയ്യണ്. എന്തായാലും അവിടെ 400ന്റെ കണക്കിൽ തന്നെ നമ്മൾ നിൽക്കാം. എന്നിട്ടും രാജാവിന് തോന്നി ഇതിലെന്തോ ഒരു കുറവുണ്ട്. കർത്താവിന്റെ ഇംഗിതം അറിയാൻ കർത്താവിന്റെ പ്രവാചകന്മാർ ഇവിടെ ആരുമില്ലേ? ഞാനൊന്ന് എന്റെ ബൈബിളൊന്ന് നോക്കിയോട്ടെ. ഓക്കെ, അത് ഞാൻ എന്റെ ബൈബിളിൽ നിന്നൊന്ന് വായിക്കാം. ബട്ട് യഹോഷഫാത്ത് ആസ്ക്ഡ്, ഇസ് there not a prophet of the Lord? ദൈവത്തിന്റെ പ്രവാചകൻ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ആൾക്കാർ പ്രവചിച്ചിട്ട് അവരെന്താണ് പറഞ്ഞതെന്നുള്ളത്. എൻ്റെ നമ്മുടെ ശുശ്രൂഷയുടെ വിഷയമായിട്ട് ഇത് സംഭവം മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല. ഇത്ര അറിഞ്ഞാൽ മതി. ദൈവത്തിന്റെ ഇംഗിതം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത് എല്ലാം ദൈവത്തിന്റെ ഇംഗിതം ആകണം എന്നില്ല. വിവേചനപരത്തിനായിട്ട് നമുക്ക് കാംക്ഷിക്കാം. ഒന്ന്. ഇനി 13ാമത്തെ വാക്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആളെ വിളിക്കാനായിട്ട് പോയിരിക്കുക കേട്ടോ. ദൂതൻ ചെന്ന് മിക്കായോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. അപ്പൊ ഒരു പ്രഷറാണ്. എല്ലാവരും ഒരേപോലെയൊക്കെ പറയുമ്പോ അതേപോലെ തന്നെ പ്രവചിക്കാന് ഒക്കെ മിക്കയുടെ മുകളിലും ഒരു പ്രഷറുണ്ട്. കാരണം ലോകം മുഴുവൻ ഇതാണ് നടക്കുന്നത്. എല്ലാം ശരിയാവും, എല്ലാം അനുഗ്രഹമാണ് എന്നൊക്കെയുള്ള ചില അങ്ങനെയുള്ള പല പ്രവചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മെസ്സഞ്ചർ വന്നിട്ട് മിക്കായോട് പറയാണ്, ഇത്രയധികം 400 പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോട്ടാ, അല്ലെങ്കിൽ 400 പേര് ഊഴം ചിലപ്പോൾ തീർന്നുണ്ടാവില്ല.
ഇപ്പൊ തന്നെ ഇത്രയധികം ആൾക്കാർ പറഞ്ഞു, ഇനി നീ മാറ്റി പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ വായിക്കുന്നില്ല. നമ്മളൊന്ന് നേരെ ഇവിടെ ഞാൻ ചെറുതാക്കി പറയാം. അവിടെ ആദ്യം മിക്കായ ഒരു കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് രാജാവ് അവനോട് പറയുന്നത് നീ സത്യം പ്രവചിക്കണം എന്നൊക്കെ പറയും. സത്യം പ്രവചിക്കുമ്പോൾ രാജാവിന് ദേഷ്യം വരും. അല്ലെങ്കിൽ എനിക്ക് പറയാം, നീ എനിക്ക് അനുകൂലമായിട്ടൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗങ്ങളുണ്ട്. നിങ്ങൾ സൗകര്യമായിട്ടിരുന്ന് വായിക്കുക. 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉടനെ കെനാനായുടെ മകൻ സെദെക്കിയ മിക്കായുടെ അടുത്തു വന്ന് ഒരു മിനിറ്റ് 23 കൂടി ഒന്ന് വായിച്ചോ. ഇതാ, ഈ പ്രവാചകന്മാരുടെ എല്ലാ മദരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിന്മ വരുത്തുവാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദെക്കിയ മിക്കായുടെ അടുത്തു വന്ന് അവന്റെ ചെകിട്ട തടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? അപ്പോ ഇവിടെ ഈ കള്ളപ്രവാചകന്മാരുടെ പേര് ലിസ്റ്റൊക്കെ പറയുമ്പോ അതില് ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ഏലിയാവും ഇതേപോലെ ഒരു കോമ്പറ്റീഷൻ നടന്നല്ലോ. അന്ന് ഇതേപോലെ മറ്റുള്ളവരുടെ പേരൊന്നും നമ്മൾ അങ്ങനെ അറിയുന്നില്ല. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അവിടെ ബേയാലിന്റെ പ്രവാചകന്മാരായിരുന്നു അല്ലെ? ഏലിയാവും ഒരു സൈഡില്, ബാലിന്റെ അല്ലെങ്കിൽ ബേയാലിന്റെ പ്രവാചകന്മാരും മറ്റേ സൈഡില്. പക്ഷെ ഇവിടെ എങ്ങനെയാ? ഇവിടെ അങ്ങനെയല്ലല്ലോ പറയുന്നത്. കർത്താവിന്റെ ഇംഗിതം അറിയാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നവരാണ് അവര് അല്ലെ? അപ്പോ ഈ ബാലിന്റെ പ്രവാചകന്മാര് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പലപ്പോഴും ദൈവത്തിന്റെ ഹിതം പ്രവചിക്കുന്ന ആൾക്കാരുടെ ഇടയിലും വരുന്നത്. എന്നിട്ട് ഇത് മനസ്സിലാക്കൊന്നുമില്ല. എന്നിട്ട് അതിലുള്ളൊരു അഹങ്കാരം കൂടി. എന്നിൽ നിന്ന് എപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയിട്ട് നിന്നിലേക്ക് വന്നേന്നും പറഞ്ഞിട്ട് ഒരടി. ഈ അടി ശരിക്കും പറഞ്ഞ ഈ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കുള്ളതാണെന്ന് ഞാനും മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ ഈ വചനമൊക്കെ എടുത്ത് ശുശ്രൂഷിക്കുന്നവര്, പ്രത്യേകിച്ച് അല്ലാത്ത ശുശ്രൂഷകളുള്ള എല്ലാവർക്കും പലതരം ശുശ്രൂഷ, അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അത് ദൈവത്തിന്റെ ഇതായിട്ട് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ നാമമായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയേ എന്നുള്ള ഒരു കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ഞാൻ വിവരിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ചില പ്രാഗൽഭ്യ കുറവൊക്കെ ഉണ്ട്. അത് നികത്തണമേ. ഓക്കെ, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇനി ആ ഭാഗം നമ്മൾ വിട്ടിട്ട് വീണ്ടും കുറച്ചും കൂടി റിവൈൻഡ് ചെയ്ത് പോവാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് പിന്നീട് തിരിച്ച് പുതിയ നിയമത്തിലേക്ക് കടക്കാം. ഇന്ന് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ള സമയം മുന്നോട്ട് പോകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 23-ാമത്തെ അധ്യായം നിങ്ങൾക്ക് ഞാൻ വചനം വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഹെഡിങ് ഒക്കെ നോക്കേണ്ടവർക്ക് വേണമെങ്കിൽ അതൊക്കെ മറിച്ച് നോക്കാം. സാറ മരിച്ചിട്ട് സാറയെ അടക്കാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുന്ന അബ്രഹാം ഹിത്യനായ എഫ്രോനിൽ നിന്നും കാശ് കൊടുത്തിട്ട് ഒരു മക്ഫല എന്ന് പറയുന്ന ഒരു ഗുഹ്യം, അതിനോട് ചേർന്ന് കിടക്കുന്ന വയലും വാങ്ങിക്കുന്നതായിട്ടൊരു ഭാഗം കാണുന്നുണ്ട്. മക്ഫല. പിന്നീട്
ഇത് സാറേനെ മാത്രമല്ല അടക്കിയിരിക്കുന്നത്, കുറെ പേരെ അടക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് ആ സ്ഥലം വന്നേ എന്നുള്ളത് പോലെ ഒരു ഗുഹ മാത്രമല്ല അത്, അതിൻ്റെ അവിടെ വയലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് നമുക്കറിയാം യാക്കോബിന്റെ കാലം വന്നു. യാക്കോബിന് 12 മക്കള്. അതില് ഒരുത്തനെ ഈജിപ്തിലേക്ക് വിറ്റു. അവിടെ ഒരു താഴ്ചയിൽ വീണു. ആ താഴ്ചയിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു, വീണ്ടും വീണു, വീണ്ടും ഉയർപ്പിച്ചു. അങ്ങനെ അവിടെ ഫറവോന്റെ വലം കൈയായി അവിടെ വാഴുന്നു. അങ്ങനെ അവിടെ ഒരു എന്താ പറയാ ക്ഷാമം ആ പ്രദേശങ്ങളിലെല്ലാം വന്നപ്പോൾ ഈ യാക്കോബും മക്കളുമായിട്ട് ക്രമേണാൽ കുറച്ചു പേരായിട്ട്, അതിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടൊന്നും എടുക്കുന്നില്ല. അവര് ഇവിടേക്ക് പോകുന്നു, ഈജിപ്തിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ് ഞാൻ വചനം പറയാം. അതിന്റെ 49-33 വായിക്കണ്ട, അവിടെ കാണുന്നുണ്ട് യാക്കോബ് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിന് 50-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ കാണുന്നത് യാക്കോബിന്റെ മരണത്തിൽ അനുശോചനം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ ഫറവോൻ യോസഫിനോട് പറയുന്നുണ്ട് തന്റെ പിതാവിനെ സംസ്കരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്, അതുകൊണ്ട് ഒന്നും വായിക്കുന്നില്ല. ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, 7-ാമത്തെ വാക്യം തൊട്ട് അങ്ങ് വായിച്ചോ. ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി. ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. ജോസഫിന്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിന്റെ കുടുംബവും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളും ആടുമാടുകളും മാത്രമേ ഗോഷൻ ദേശത്ത് ശേഷിച്ചുള്ളൂ. രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു. അത് വലിയൊരു സംഘമായിരുന്നു. വലിയൊരു സംഘമായിട്ടാണ്, വലിയൊരു എന്താ പറയാ, ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ നടക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അവരുടെയൊക്കെ മരണത്തെ സമയത്തുള്ള നമ്മൾ TV കണ്ടിട്ടുണ്ട്. ഇനി പഴയ വീഡിയോ ഉണ്ട്, നെഹ്റു, ഗാന്ധി ഇവരുടെ മരണത്തിന്റെ സമയത്തൊക്കെ വലിയ എന്താ പറയാ ആൾക്കാരും ജനവും ഒക്കെ ഒത്തിരി ഉള്ളൊരു പരിപാടിയായിരുന്നു അല്ലെ. അതേപോലെ ഒരു പരിപാടിയാണ്, വലിയൊരു സംഘമാണ് അവിടെ പോയിരിക്കുന്നത്. വായിച്ചാട്ടെ. ജോർദാൻ അക്കരെയുള്ള അത്താദിലെ മെതി സ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു. അപ്പോൾ അത്താദ് എന്ന് പറയുന്ന മെതി സ്ഥലം, വീണ്ടും മെതിക്കളം, അവിടെ എത്തിയപ്പോൾ അവര് അവിടെ ഫൈനൽ മീറ്റിംഗ് നടത്തുകയാണ് അല്ലെ. അവസാനത്തെ നമ്മളൊക്കെ ഇതിന്റെ ശുശ്രൂഷ, അടക്കം ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ അവിടെ നടത്തി ആണ്. ഇനി ഒന്ന് വായിച്ചാട്ടെ. അവൻ 7 ദിവസം പിതാവിനെ ഓർത്ത് വിലപിച്ചു. അന്നാട്ടുകാരനായ കനാന്യർ അത്താദിന്റെ മെതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്ന് പറഞ്ഞു. ആരാണെന്നാ പറഞ്ഞു വിലപിക്കുന്നത്? ആരാന്നാ പറഞ്ഞ? ഈജിപ്തുകാർ. മരിച്ചത് ആരാ? യാക്കോബാണ് മരിച്ചത്. അപ്പൊ യാക്കോബ് മരിക്കുമ്പോ അവിടെ കൂടെ വന്ന മിസ്രൈമ്യ അധികാരികളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവര് വിലപിക്കുവോ? തോന്നോ?
ചെയ്യുന്നു? ഇല്ലല്ലോ. കുടുംബക്കാരല്ലേ വിലപിക്കുന്നേ. യോസഫിന്റെ പേര് പ്രത്യേകം ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ കണ്ടിട്ട് എന്തെന്നാ തോന്നിയേ? ഈജിപ്തുകാർ. അപ്പൊ ഇത്രയും കാല അളവില് ഇവര് കാനാന്യരായിട്ടും അല്ല, ഇസ്രായേലിയരായിട്ടും അല്ല. ഇവരെ കണ്ടു കഴിഞ്ഞാൽ, ഇവരുടെ വ്യവഹാരം കണ്ടു കഴിഞ്ഞാൽ മിസ്രൈമ്യരായിട്ട്, ഈജിപ്തുകാരായിട്ടാണ് കാനാന്യർക്ക് തോന്നിയത്. അപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയുമോ? ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം പറയാം. എങ്ങനെയാണ് ഇത് ഈജിപ്തുകാരാണെന്ന് മനസ്സിലായി? ഇവർക്ക് മനസ്സിലായേ? അതെന്താ കാര്യം? നിങ്ങൾ ഉത്തരം പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ കാലത്ത് ഈ കാനാൻ എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം മിസ്രൈമിന്റെ അധീനതയിലായിരുന്നു. അത് ചരിത്രത്തിലേക്ക് പോകണം. ആ കാലങ്ങളെല്ലാം. അതുകൊണ്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം, അതുകൊണ്ടാണ് ക്ഷാമം വന്നപ്പോ ഇവര് പോയത് എവിടേക്കാ? മിസ്രൈമിലേക്കാ. തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാല് സിറിയയും ടർക്കിയും അഷൂർ, ഇന്നത്തെ ഇറാഖിന്റെ ഭാഗം അവിടെയൊക്കെ ഉണ്ട്. അവിടെ 2 നദികളുണ്ട്, ടൈഗ്രീസും യൂഫ്രട്ടീസും നദികളുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ധാന്യം വാങ്ങിക്കായിരുന്നില്ലേ? ഇല്ല. അവരെന്താ ചെയ്തെന്നറിയോ? അവര് ചെയ്തത് മിസ്രൈമിലേക്ക് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം അധീനത വെച്ചിരിക്കുന്ന മിസ്രൈമിന്റെ ക്യാപിറ്റൽ, അവിടത്തെ തലസ്ഥാനത്തേക്കാ പോയി. ഇപ്പൊ മനസ്സിലായ? അതുകൊണ്ടാണ്. അപ്പൊ അവിടത്തുള്ള ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതും ഒക്കെ ആയിട്ട് അവർ കണ്ടിട്ടുണ്ട്, അവർക്ക് പരിചയമുണ്ട്. അപ്പൊ എന്താണ് ഈ മിസ്രൈമ്യരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ? അധികാരികളെ പോലെ ഇരിക്കുന്നു, ലോകത്തിന്റെ അധികാരികളെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കുള്ള പാഠം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പഴയ പോലെയല്ല. കുറെ നിയമങ്ങളും കുറെ എന്താ പറയാ സ്ട്രക്ചേഴ്സ്, ഗവൺമെന്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ തോന്നിയ പോലെ ഒന്നും നടക്കില്ല. ആ നിയമത്തിന്റെ അനുസരിച്ചൊക്കെ വേണം നമ്മളുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതവും ഒക്കെ. പക്ഷെ അവിടെയൊക്കെ അതൊക്കെ നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാകുമ്പോൾ തന്നെയും നമ്മളിലുള്ള ദൈവികത്വം മറക്കാതെ അത് മുറുകെ പിടിക്കാം. അധികാരം എന്ന് ഞാൻ പറഞ്ഞു, ശരിയാണ്. അപ്പൊ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലും കൂടുതൽ വേറൊരു കാര്യമുണ്ട്. ഇതാണ് നമുക്കുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചിന്ത. ഇതിനൊരു സിസ്റ്റമായിട്ട് കാണാം, അല്ലെ? ഒരു സിസ്റ്റമായിട്ട് കാണാം. ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാവുമ്പോൾ, ഞാൻ ഗവൺമെന്റിന്റെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിൽ ഉള്ള സൊസൈറ്റിയുടെ ഒരു സിസ്റ്റം, ചില കീഴ്വഴക്കങ്ങളുണ്ട്, ചില രീതികളുണ്ട്, അല്ലെ? അതിനോട് നമ്മൾ അനുയോജിച്ചു പോകുന്നുണ്ടോ? നമ്മളുടെ വേഷവിധാനങ്ങളെ കണ്ടിട്ട് ഇന്നത്തെ സിസ്റ്റം അനുസരിച്ചാണ് എന്നുള്ളത് നമ്മളെ കണ്ട തോന്നുന്നു, അതോ ഇവര് വിശ്വാസികളാണെന്ന് തോന്നുന്നു. നമ്മളുടെ രീതികൾ അത് പല രീതിയിലാവാം. നമ്മള് സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഇവൻ ക്രിസ്ത്യാനിയാണെന്നാണോ പ്രത്യേകം എടുത്ത് നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ തോന്നുന്നുണ്ടോ? അതോ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിച്ചേർത്ത, എന്തിനാന്ന് ഞാൻ പറയുന്നില്ല, അത് കുഴപ്പമില്ല, അവനെ വിളിച്ചോ, അവൻ കമ്പനിയാ, അവൻ എല്ലാ കാര്യത്തിനും സെറ്റാ എന്ന് പറയുന്ന രീതിയിലാണോ നമ്മൾ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം.
അങ്ങനെയുള്ള ഒരു സാക്ഷ്യം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി വളരെ മോശമാണ്. അതേസമയം അവൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് അവനെ വിളിച്ച ഈ കാര്യത്തിനൊന്നും അവൻ വരില്ല എന്നുള്ള ഒരു സാക്ഷ്യം നമുക്ക് ലഭിക്കുന്നു. വിഷയം തീർന്നിട്ടില്ല എന്ന സമയം ഇനി അടുത്തെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നീണ്ടുപോകും. അപ്പൊ ബാക്കിയുള്ളത് അടുത്തൊരു തവണ പറയാം. ഇത്രയും വചനം ശുശ്രൂഷിക്കാനായിട്ട് തന്ന അവസരത്തിനായിട്ട് സഭയോടും ശുശ്രൂഷിക്കാനുള്ള കൃപ തന്ന ദൈവത്തോടും കേട്ടിരുന്ന ദൈവമക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.